അതിനെന്താ, ഞാനൊരു കാര്യം പറയാൻ പോകുമ്പോ ഇങ്ങനെ ടെൻഷനോട് പുറത്തേക്ക് നോക്കുന്നേ? ഋതികയെ കണ്ടില്ലല്ലോ നോക്കിയതാ മാഡം. ഓ, ഋതിക വന്നില്ലെങ്കിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കില്ലല്ലേ? അങ്ങനെ പറഞ്ഞതല്ല മാഡം. ഓണാഘോഷമല്ലേ, കലാപരമായ കഴിവുകളൊക്കെ ഋതികയ്ക്കാ ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഋതിക മാഡത്തെ പൊക്കി പറഞ്ഞ ഇവക്ക് അസൂയ കൊണ്ട് കുരു പൊട്ടും. ആ, ഋതിക മാഡമൊക്കെ വരും. അതിനു മുമ്പ് ഈ മാഡം പറയുന്നത് നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി ഒന്ന് കേക്ക്. മാഡസേ, അല്ല പറഞ്ഞോളൂ ഒന്ന്. ഈ ഋതിക എല്ലാവരെയും മൈക്ക് കൈവശം വെച്ചിരിക്കുവാണല്ലോ. ആ, കൃത്യസമയത്ത് തന്നെ ഋതിക മാഡം വന്നല്ലോ. ആ, കൂടെ പല്ലവി മാഡം ഉണ്ടല്ലോ. നിങ്ങളെന്താ ഇത്ര ലേറ്റ് ആയത്? ഞങ്ങളെ ലേറ്റ് ആയില്ലല്ലോ, ടൈം ആവുന്നല്ലേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ഓണാഘോഷമാ. ചില മത്സരങ്ങളൊക്കെ ഉണ്ട്. അത്തപ്പൂക്കള മത്സരമാണ് പ്രധാനം. പിന്നെ ഡിസൈനിങ് കമ്പനികൾക്കിടയിൽ ഒരു മത്സരം ഉണ്ടാവും. ഡിസൈനേഴ്സ് പൂക്കളം ഡിസൈൻ ചെയ്യണം. മികച്ച ഡിസൈനറെ നമ്മുടെ രാജീവ് സാറ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത ഡിസൈന് എല്ലാവരും ചേർന്ന് പൂക്കളമാക്കി ഒരുക്കും. ആ പൂക്കളം പിക്കെടുത്ത് അയക്കും. മികച്ച പൂക്കളത്തിന് ഒരു പ്രൈസ് ഉണ്ടാവും. ഡിസൈൻ ചെയ്യാൻ ഋതിക വലിയ മിടുക്കിയ. ഋതിക ഡിസൈൻ ചെയ്യും. ആ, അപ്പോ മാഡം ഡിസൈൻ ചെയ്യും. അതായിരിക്കും നന്നായിരിക്കുന്നത്. ആരും ഇവിടെ ആരും എൻകറേജ് ഒന്നും ചെയ്യണ്ട. ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രം ചെയ്താൽ മതി. പിന്നൊരു പ്രത്യേക അറിയിപ്പ്: ഡിസൈനിൽ ആരും അവരവരുടെ പേര് വെക്കരുത്. ഒമ്പടി പാഷാണത്തി കൃമി. അവളുടെ പേര് കണ്ട് രാജു സാറ് സെലക്ട് ചെയ്യാതിരിക്കാനുള്ള അവളുടെ ഒരു അടവേ. വിഷത്തിൽ പൊതിഞ്ഞ കുരുട്ടടക്കാനാ. ഓ, നമ്മുടെ MD എത്തിയല്ലോ. ആ, ഇറങ്ങിയാട്ടെ സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് എവരിവൺ. ഹാപ്പി ഓണം ടു എവരിവൺ. താങ്ക് യു സാർ. വിഷ് യു ഓൾ എ ജോയ്ഫുൾ, പീസ്ഫുൾ ആൻഡ് പ്രോസ്പെറസ് ഓണം. മത്സരങ്ങളും പരിപാടികളൊക്കെ എപ്പോഴാണ് തുടങ്ങുന്നത്? ഉടനെ തുടങ്ങും. വരണം സാർ, വരൂ. ഋതികെ വന്നേ.